KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്. 2023 സവാദ് ഹലോ ചങ്ങായിമാരെ, സവാദിനെ മറന്നിട്ടുണ്ടാവില്ലല്ലോ. 2023 മസ്താനി എന്ന് പറയുന്ന ലേഡിക്ക് നേരെ KSRTC ബസ്സിൽ വെച്ചിട്ട് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് പറഞ്ഞ് അറസ്റ്റിലായത്. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കേരള മെൻസ് അസോസിയേഷന്റെ ആൾക്കാരൊക്കെ ചെന്ന് മാലയിട്ട് സ്വീകരിക്കുകയും പിന്നെ ഈ പറയുന്ന മസ്താനിക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. അന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ കുറെ ആൾക്കാരെ കാണുന്നത് തന്നെ സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. ഇതുപോലെയുള്ള നാറുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇപ്പൊ ഇതാ സമാന കേസാണ് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ ഈ പറയുന്ന സവാദും നഗ്നത പ്രദർശനം നടത്തിയത്. അന്ന് സവാദിനെ സപ്പോർട്ട് ചെയ്തവരോട് ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഇന്ന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അന്നത്തെ ആ കേസ് നിങ്ങൾ മറന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന്റെ അന്ന് കണ്ട ക്ലിപ്പ് എന്ന് വെച്ചാൽ ഈ പറയുന്ന KSRTC ബസ്സിൽ വെച്ച് നഗ്നതാ പ്രദർശനം മസ്താനിയുടെ നേരെ നടത്തിയത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാനൊരു ക്ലിപ്പ് വെക്കണ്ട്, കണ്ടു നോക്ക്. Can you stop doing that, please? Can you stop doing that? No, can you stop doing that? ആളുടെ സിബ് തുറന്നിട്ട് കുറെ നേരം ആള് ഇവിടുത്തെ കുറച്ച് പനിയിപ്പിക്കുന്നത്. Are you okay? Is everything okay with you? Is your zip open? It's not. It's not. It's not. Are you sure it's not? Are you sure? His zip was open. It's there. Is the zip open? Is the zip open? Zip open. Kore nere and he was zip open. I just want to know if his zip was open. Zip open ആണ്. His shit was outside. Complaint ഉണ്ട്. കണ്ടില്ലേ, അന്ന് ഈ പറയുന്ന നമ്മുടെ മസ്താനി അവിടെ അതിനെ കുറിച്ച് സംസാരിച്ചപ്പോ ആ മസ്താനിയുടെ വസ്ത്രത്തെയും കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ചു. ഒരുപാട് പേര് മസ്താനിക്കെതിരെയൊക്കെ സംസാരിക്കണം ഞാൻ കണ്ടിരുന്നു. നമ്മ ഈ മസ്താനിയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ഇന്നിപ്പോ സമാനം അതേ കേസിൽ തന്നെ വീണ്ടും സവാദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സവാദിനെതിരെ വന്നേക്കണ ന്യൂസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. MS ലിഷോയ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിഷോയ്, സവാദ് എന്ന പേര് ഒരുപക്ഷെ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും, പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ്. ഇതേപോലൊരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, അതും ചർച്ചയായിരുന്നു. ഒരു കാര്യവുമില്ല, അതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ. തീർച്ചയായും ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു. ഇതിപ്പോൾ വീണ്ടും ഇതേ സമാനമായ ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറത്തേക്കുള്ള ബസ്സിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പിന്നീട് ഈ സവാദിനെ പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമാണ് ചെയ്തത്. 2023 KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനും ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്തത്. അന്ന് ഈ സംഭവം വലിയ വിവാദമായിരുന്നു. കാരണം ആ പെൺകുട്ടി ഇയാളുടെ വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പിന്നീട് ഇതൊരു വലിയ വിവാദമാവുകയും അത് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. അതിനുശേഷം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഇയാളെ മാലയിട്ട് സ്വീകരിക്കാൻ ഉൾപ്പെടെ എത്തിയിരുന്നു. ആ ഒരു സംഭവം ഏറെ വിവാദത്തിൽ ആവുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ വീണ്ടും സമാനമായ കേസിൽ അയാൾ തന്നെ അറസ്റ്റിലായിരിക്കുക. ഇത് കേട്ടില്ലേ, ഇത് ഇപ്പൊ വീണ്ടും ഇയാൾ ചെയ്തേക്കാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 14-ാം തീയതി മലപ്പുറം KSRTC ബസ്സിൽ വെച്ചിട്ട് ഈ പ്രവർത്തിച്ച് ചെയ്തതിന് തൃശ്ശൂർ ആ പെൺകുട്ടി പോയി കേസ് കൊടുത്തു തൃശ്ശൂർ സ്റ്റേഷനിൽ. അന്ന് ഈ സവാദ് എന്ന് പറഞ്ഞാൽ മുങ്ങിയതാണ്. പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് 2023 ഇതേ സമാന കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഈ കേസ് കൊടുത്ത ലേഡിക്കെതിരെ ഒരുപാട് പേര് കൊടിയും പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന സവാദ് ജാമ്യത്തിന് ഇറങ്ങിയപ്പോൾ അന്ന് ആ സ്റ്റേഷന്റെ മുന്നിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ജയിലിന്റെ മുന്നിൽ കാണിച്ചു കൂട്ടിയ കാട്ടായങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്നിട്ട് അന്ന് ഈ പറയുന്ന മെൻസ് അസോസിയേഷന്റെ കുറെ കിണാണ്ടർമാര് കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ ഇതിനെ കുറിച്ച്, അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. 50,000 രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള 2 ആൾജാമ്യവും എന്ന വ്യവസ്ഥകളോടെയാണ് സവാദിന് ജാമ്യം അനുവദിച്ചത്. അനുമതിയില്ലാതെ എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നും എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും വ്യവസ്ഥയുണ്ട്.
തെറ്റിദ്ധാരണയാണ് പരാതിക്ക് അടിസ്ഥാനമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ സവാദിനെതിരെ യുവതി നൽകിയത് കള്ളപ്പരാതിയാണെന്ന് സംഘടന ആരോപിച്ചു. വീഡിയോയിൽ ഈ പെൺകുട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ നഗ്നത പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആ വീഡിയോയിൽ ഒരു നഗ്നതയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളെന്നല്ല, ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ല. അത് സ്ത്രീകൾ ഉൾപ്പെടെ പലരും ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന് പറയുകയാണ്. മെയ് 16 അങ്കമാലിയിൽ വെച്ചാണ് ചലച്ചിത്ര താരവും മോഡലുമായ യുവതിക്ക് ദുരനുഭവമുണ്ടായത്. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ ശല്യപ്പെടുത്തുകയും നഗ്നതാ പ്രദർശനം നടത്തിയെന്നുമായിരുന്നു കേസ്. ബസ് ജീവനക്കാരുടെ സഹായത്തോടെയാണ്. കേട്ടില്ലേ, അന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാനൊക്കെയാണെന്നാണ് പറഞ്ഞത്. അന്ന് ഇവരെ ന്യായീകരിക്കാൻ ഒരുപാട് പേരുണ്ടായി. ഇന്ന് എന്താണ് പറയുന്നത്? സമാന കേസിൽ തന്നെയാണ് വീണ്ടും വന്നത്. ഇനി ഇവനക്ക് കൊടി പിടിക്കാനും അതേപോലെ മാലയിട്ട് സ്വീകരിക്കാനും ഇതുപോലെ നാളുകൾ വരുമ്പോ അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം. ഇങ്ങനെയൊക്കെ കാണിക്കുന്നവന്റെ ഈ നഗ്നത എന്താണ് കാണിക്കുന്നത്? ആ നഗ്നത കട്ട് ചെയ്ത് കളയണം. പിന്നെ ഈ പൊക്കി പിടിച്ച് കാണിക്കൂലല്ലോ. ഇവരും കുറെ എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും ഇങ്ങനെയുള്ളവർക്ക് ഇതിനെ കൊടി പിടിക്കാനും ചെല്ലുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള കുറെ നാളുകൾ സമൂഹത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത്. അല്ലെങ്കിൽ ഇവന്റെ ഒക്കെ ഈ പ്രവർത്തികളെ പുറത്ത് പറയാത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കേസ് കൊടുക്കാത്ത എന്താണ് കാരണം എന്ന് വെച്ചാൽ കേസ് കൊടുക്കുന്നവർക്കെതിരെ വിമർശനവുമായി വരാൻ കുറെ ആൾക്കാരുണ്ടാവും. ഈ സവാദിന്റെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കേസുകൾ വന്നതിന് ശേഷം ഒരുപാട് പേര് ഇതേപോലെ നഗ്നതാ പ്രദർശനം കാണിക്കുന്നതിനോട് കേസ് കൊടുക്കുകയുണ്ടായിരുന്നു. ഈ റോട്ടിൽ വെച്ച് നഗ്നതാ പ്രദർശനം കാണിച്ചതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ പിന്നെ പലർക്കെതിരെ കാണാനിടയുണ്ടായി. സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇവന്റെ ഈ കേസ് വന്നതിന് ശേഷമാണ്. ഇവൻ പഠിച്ചത് എന്നിട്ട് 2023 ഇതേപോലെ തന്നെ ഒരു കേസിൽ ഇവനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വന്ന് അന്ന് കുറെ ചർച്ചകളായി. ഇപ്പൊ വീണ്ടും സമാന കേസ് അല്ലെങ്കിൽ സമാന പരിപാടി ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞ ഒരു അസുഖമാണ്. ഈ അസുഖത്തിന് കൃത്യമായിട്ട് ചികിത്സയാണ് കൊടുക്കണം. സത്യം പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടല്ല ചെയ്യേണ്ടത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഇനിയും ഇതേപോലെ ഒരുപാട് പേര് അനുഭവിക്കേണ്ടി വരും. നാളെ ചിലപ്പോൾ നമ്മുടെ സഹോദരിമാരെ മുന്നിൽ വെച്ചും ഇവൻ ഇമാതിരി പ്രവർത്തികൾ കാണിക്കും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ പുറത്തു വിടാൻ ശ്രമിക്കണം. സത്യം പറഞ്ഞാൽ ഇതൊരു അസുഖമാണെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റിയതിന് ശേഷം പുറത്തു വിടണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവൻ ഇതേപോലെയുള്ള പ്രവർത്തികൾ കാണിക്കും. അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടും. വീണ്ടും ഇങ്ങനെയുള്ള ഒരേ കേസുകൾ ഇവന്റെ പേരിൽ കൊടുക്കേണ്ടി വരും. ഇതൊരു മാനസിക പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ വേണ്ടി ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ആൾക്കാരോട് ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ ഈ പറയുന്ന ആണുങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണല്ലോ. അപ്പൊ ഈ ആണുങ്ങളിൽ പെടുന്ന ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്ര മാത്രം ഞാൻ പറയുന്നുള്ളൂ. മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.